പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും ദൗത്യത്തെയും അതിന് നേരെ വന്നിട്ടുള്ള യുക്തിപരമല്ലാത്ത വിമർശനത്തെയും സംബന്ധിച്ച് സംസാരിക്കാനാണ് എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ലോകത്ത് ജീവിക്കുന്ന അസംഖ്യം സൃഷ്ടിജാലങ്ങളിൽ എല്ലാ അർത്ഥത്തിലും വ്യതിരിക്തനാണ് മനുഷ്യൻ. സവിശേഷമായ വിവേചന ബുദ്ധി പ്രത്യേകമായും മനുഷ്യനെ വേർതിരിച്ച് നിർത്തുന്നുണ്ട്. ആദിമ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ വിവിധ കാലത്തും ദേശത്തും സംസ്കാരങ്ങളിലും ശൈലികളിലും സമീപനങ്ങളിലുമാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. പല കാലങ്ങളിലുള്ള മനുഷ്യർക്ക് സർവസ്വീകാര്യമായ ആശയം അവനവൻ ഉണ്ടാക്കിയാൽ മതിയാകുന്നതല്ല. കാരണം തെറ്റു ചെയ്ത ഒരു മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനുള്ള ചുമതല തെറ്റു ചെയ്ത വ്യക്തിയെ തന്നെ ഏൽപ്പിക്കുക അപകടമാണ്. മോഷ്ടിച്ച കള്ളനെ തന്നെ കള്ളത്തരം അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗം കണ്ടെത്താൻ ചുമതല ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിപരമല്ല. നന്മകളും തിന്മകളും ചെയ്യുന്ന മനുഷ്യന് ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുമെങ്കിലും അതിൻ്റെ മാനദണ്ഡം എല്ലാ കാലത്തും ഇന്നതാണ് എന്ന് പറയാൻ അവന് കഴിയില്ല. അവൻ്റെ ഗവേഷണ പര്യവേഷണങ്ങളിലൂടെ നിർദ്ധരിച്ചെടുക്കാൻ കഴിയില്ല. കാരണം അവന് എല്ലാ കാലത്തും ജീവിക്കാൻ കഴിയാത്തതുമാണ്. ഇന്നലെയെക്കുറിച്ച് നമുക്കൊരു നിഗമനമുണ്ട്, ചെറിയൊരു ധാരണയുണ്ട്, ചരിത്രമായി നമ്മുടെ മുമ്പിലുണ്ട്. ഭാവിയെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാൻ കഴിയും. വർത്തമാനകാലത്തെക്കുറിച്ച് നമുക്കിങ്ങനെ പറയാനും കഴിയും. എന്നാൽ ഈ 4 കാലങ്ങളിലും ജീവിക്കുകയും ജീവിച്ചു കൊണ്ടിരിക്കുകയും ജീവിക്കാനിരിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് അവരുടെ രക്ഷാശിക്ഷകളെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ആരാണോ അവരുടെ സൃഷ്ടാവ്, ആ സൃഷ്ടാവിലൂടെ നിർദ്ദേശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആ നിർദ്ദേശങ്ങളെയാണ് വേദഗ്രന്ഥങ്ങളുടെ അധ്യാപനങ്ങൾ, പ്രവാചകരുടെ അധ്യാപനങ്ങൾ എന്ന് പറയുന്നത്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫൂ ഫീ. സൂറ ബഖറയിൽ അല്ലാഹു പറയുകയാണ്, ജനങ്ങൾ ഏക സമൂഹമായിരുന്നു. പിന്നീടവർ വ്യത്യസ്ത വിഭാഗങ്ങളായി, വർഗങ്ങളായി, ഗോത്രങ്ങളായി കാലാകാലങ്ങളിൽ വിവിധ തരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഏക സമൂഹമായ മനുഷ്യരിലേക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും താക്കീത് നൽകുകയും ചെയ്ത് പ്രവാചകരെ പറഞ്ഞയച്ചു. ചില പ്രവാചകരുടെ കയ്യിൽ വേദഗ്രന്ഥവും നൽകി. ആ പ്രവാചകരുടെ കാലശേഷം പ്രവാചക അധ്യാപനങ്ങളെ അവർ തള്ളിക്കളയുന്നു, വേദഗ്രന്ഥ സന്ദേശങ്ങളെ അവർ തിരസ്കരിക്കുന്നു. നന്മയും തിന്മയും ഇടകലർന്നും തിന്മകളിൽ പ്രത്യേകമായും നന്മകളിൽ ചിലരുമൊക്കെ ജീവിക്കുന്ന ഒരു സമ്മിശ്ര അവസ്ഥയുണ്ടായി. ശരിയായ വേദഗ്രന്ഥ സന്ദേശത്തിൽ നിന്ന് അവർ തെറ്റി ജീവിച്ചു. ആ സമയത്ത് വീണ്ടും പ്രവാചകരെ പറഞ്ഞയച്ചു. ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫൂ ഫീ. അവരേതൊന്നതിലാണോ തെറ്റിയിട്ടുള്ളത് ആ തെറ്റിനെ ശരിപ്പെടുത്താൻ മുൻപ് അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളുടെ സന്ദേശങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് പറയാൻ, മുൻ പ്രവാചകന്മാരുടെ ആശയവും സന്ദേശങ്ങളും ദൈവികമായ സ്രോതസ്സുകളിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളും
നിങ്ങൾ പിന്തുടരണം എന്ന് പറയാൻ വീണ്ടും പ്രവാചകരെ പറഞ്ഞയച്ചു. ആ പ്രവാചക അധ്യാപനങ്ങൾ, പ്രവാചക പരമ്പര അതനുസ്യൂതം ലോകത്ത് തുടർന്നു. പ്രവാചകർ വരുന്നു, ജനങ്ങൾക്ക് സന്ദേശം കൈമാറുന്നു, ദൈവികമായ ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സംസ്കരിക്കുന്നു. പ്രവാചകർ മരണപ്പെടുന്നു, സമൂഹം വളരുന്നു, എണ്ണം കൂടുന്നു, സംഖ്യാവർദ്ധനവുണ്ടാകുന്നു, അവർ തെറ്റിലേക്ക് പോകുന്നു. വീണ്ടും പ്രവാചകരെ ശരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. ചിലർക്ക് വേദഗ്രന്ഥം കൈമാറുന്നു. ഇങ്ങനെ ഈ തുടർന്നു വന്ന പ്രവാചകത്വ പ്രക്രിയ അത് അന്ത്യം കുറിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. പ്രവാചകർക്ക് ലഭ്യമായിട്ടുള്ള വേദഗ്രന്ഥത്തിന്റെ അവസാന പതിപ്പ് വരുന്നത് മുഹമ്മദ് നബിക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനിലൂടെയാണ്. മുസ്ലിങ്ങൾക്കും ലോകത്തെ ജനതയ്ക്കും അറിയാവുന്ന പച്ചയായ ഒരു സത്യമാണിത്. ആ വേദഗ്രന്ഥം ഇറങ്ങുമ്പോഴും പ്രവാചകൻ വരുമ്പോഴും ആകാശത്ത് നിന്ന് പുതിയൊരു സന്ദേശത്തെ അവതരിപ്പിക്കുകയല്ല. ഖുർആൻ ജനങ്ങളിലേക്ക് ഇല്ലാത്തൊരു സംഗതിയെക്കുറിച്ച്, മുമ്പ് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുകയല്ല. മാ കുന്തു ബിദഅൻ മിനർ റുസുൽ, പ്രവാചകരിൽ പുതിയവനായി, മുമ്പൊരു തരത്തിലും മാതൃകയില്ലാത്ത വിധത്തിൽ പുതുമയുള്ളതായി നിങ്ങളിലേക്ക് വന്നവനല്ല ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പ്രവാചക പരമ്പരയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഅ്മിനൻ മുസദ്ദിഖൻ എന്നൊക്കെ, മുഹൈമിനൻ മുസദ്ദിഖൻ എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൂർവ്വ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തി പൂർവ്വ വേദഗ്രന്ഥങ്ങളുടെ ദൈവികമായിട്ടുള്ള സന്ദേശത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് ഖുർആൻ അവതരിച്ചത്. ആ ഖുർആൻ പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ സന്മാർഗമുണ്ടെന്ന് ഹുദ, സത്യത്തിന്റെ പ്രകാശം ഉണ്ടെന്ന് നൂർ അംഗീകരിക്കുകയാണ്. പക്ഷേ പ്രവാചകന്മാരുടെ കാലശേഷം അനുയായികൾ തെറ്റിലേക്ക് പോവുക മാത്രമല്ല, വേദഗ്രന്ഥത്തിൽ കൈകടത്തലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ബൈബിളിന്റെ 66 പുസ്തകങ്ങളും അപ്രോക്രിഫ ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ പൂർവ്വകാലത്ത് ഈസാ നബിക്ക് ഇറങ്ങിയിട്ടുള്ള ഇഞ്ചീലിന്റെയോ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചിട്ടുള്ള തൗറാത്തിന്റെയോ ദാവൂദ് നബിക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥത്തിന്റെയോ ഒരു ഭാഗവും പൂർണ്ണമായി കണ്ടെത്താൻ കഴിയില്ല. പരസ്പര വൈരുദ്ധ്യങ്ങൾ അതിലുണ്ട്, അശാസ്ത്രീയതകളുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. എൻ്റെ വിഷയം അതല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ലോകത്തുള്ള ആദിമ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ കൃത്യമായ ഒരു ദൈവികമായ സന്ദേശത്തിന്റെ കൃത്യമായി ബോധനം നൽകപ്പെട്ട ഒരു പ്രവാചകന്റെ നിർദ്ദേശം വരാതെ കടന്നു പോവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ഫാത്തിറിൽ പ്രഖ്യാപിക്കുകയാണ്. വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു താക്കീതുകാരനില്ലാതെ ഒരു സമൂഹവും കടന്നു പോയിട്ടില്ല, പോവുകയുമില്ല. അതിനാൽ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകൻ എന്ന നിലയ്ക്ക് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശനമാണ്. വേദഗ്രന്ഥം എന്ന നിലക്ക് സന്മാർഗത്തിന്റെ വഴിയാണ് ഖുർആൻ. ഒരു പ്രവാചകൻ ഒരു സമൂഹത്തിൽ കടന്നു വരുമ്പോ ആ പ്രവാചകൻ മാതൃകാപരമായിരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ലോകത്ത് ജനിക്കുന്നത്, വളരുന്നത്. ഏതാണ്ട് 1500 വർഷത്തെ ചരിത്രം ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് യുഗപുരുഷന്മാർ, പ്രവാചകന്മാർ, മഹത്തുക്കൾ, ലോകത്തെ അതിജയിച്ചിട്ടുള്ള നായകന്മാർ, നേതൃത്വം നൽകിയിട്ടുള്ള ചക്രവർത്തിമാർ, ഇങ്ങനെ പലരും ലോകത്ത് കടന്നുപോയി. അവരുടെയൊക്കെ അധ്യാപനങ്ങളും നിർദ്ദേശങ്ങളും കണ്ടെത്തലുകളും വിജ്ഞാനങ്ങളും ഒക്കെ ലോകത്ത് അവതരിപ്പിക്കുകയും കാണുകയും ചരിത്രത്തിൽ രേഖപ്പെടുകയും ചെയ്തിട്ടുണ്ട്, പൂർണ്ണമല്ലെങ്കിലും. എന്നാൽ അന്തിമദൂതനായ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ എഴുതിയിട്ടുള്ള ചരിത്രത്തെ പോലെ ഇത്രമേൽ അഗാധമായി, ഇത്രമേൽ കണിശമായി, ഇത്രമേൽ സൂക്ഷ്മമായി, ഇത്രമേൽ കൃത്യമായി മറ്റേതെങ്കിലും ഒരു മഹാപുരുഷന്റെ ജീവിതത്തെ ചരിത്രപരമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ
ഇല്ല എന്ന് പറയാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിൽ 33-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനത്തിൽ പ്രവാചകനെ കുറിച്ച് പറയുന്നത് ലോക സമൂഹത്തിനു മാതൃകയാണ് എന്നതാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ഖുർആൻ വളരെ കൃത്യമായി മാനവ സമൂഹത്തോട് പറയുന്നു, ഈ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഉസ്വ എന്ന് പറയുമ്പോൾ കേവലം ഒരു മാതൃക എന്ന മലയാള പരിഭാഷയ്ക്കപ്പുറത്ത് അതിൻ്റെ ആശയം കിടക്കുന്നു. ഒരു തരത്തിലും കാലഹരണപ്പെടാത്തതും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വിസ്തൃതമാകുന്നതും അനുധാവനം ചെയ്യുകയും പിന്തുടരപ്പെടുകയും പിന്നീട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ധന്യമായ പരമ്പരയുടെ മാതൃകയുടെ പരമ്പരയാണ് ഉസ്വ എന്ന പദത്തിന്റെ ആശയത്തിൽ നിൽക്കുന്നത്. അത് കേവലമായൊരു മാതൃക എന്നർത്ഥത്തിലല്ല, അതൊരു മോഡലാണ് എന്ന് പറയുമ്പോൾ ആ മോഡൽ എന്നതിന് കാലാന്തരണത്തിൽ ഒരിക്കലും തന്നെ കേടുപാട് സംഭവിക്കാത്ത മോഡൽ എന്നർത്ഥമില്ല. വാഹനങ്ങളായി, വസ്ത്രങ്ങളായി, സാങ്കേതിക ഉപകരണങ്ങളായി, വസ്തുക്കളായി പലതും നമ്മൾ മോഡലാക്കാറുണ്ട്. അവിടെ നമ്മൾ മോഡൽ എന്ന് പറയാറുണ്ട്. പക്ഷേ കാലത്തിന്റെ ദീർഘമായ കുത്തൊഴുക്കിൽ ചിലത് മോഡലുകൾ അല്ലാതെയായി മാറും, ചിലത് മാതൃകയല്ലാതെയായി മാറും. എന്നാൽ ഉസ്വ എന്ന പദത്തിലൂടെ പിന്തുടരപ്പെടേണ്ട മാതൃക, കാലഹരണപ്പെടാത്ത മാതൃക എന്ന ആശയത്തിലേക്ക് ഭാഷാപരമായിട്ടുള്ള സന്ദേശം നൽകുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. സൂചിപ്പിക്കുന്നത് യുഗാന്തരങ്ങളിലൂടെയുള്ള ചരിത്ര യാത്രയിലും മനുഷ്യന് സഞ്ചയങ്ങൾ മാറി മാറി വന്നാലും ഒരു തരത്തിലും എതിർക്കപ്പെടേണ്ടതില്ലാത്ത, പൂർണ്ണമായും പ്രായോഗികമായി പിന്തുടരാവുന്ന മാതൃക നിങ്ങൾക്ക് നൽകിയിട്ടാണ് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനം ലോകത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഈ സന്ദേശത്തെ വസ്തുതാപരമായി അംഗീകരിച്ചിട്ടുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാത്തവരും ഒരു മുസ്ലിമായ മനുഷ്യനായി ജീവിതത്തിൽ മുന്നോട്ട് പോകാത്തവരും ഇസ്ലാമിനെ എല്ലാ അർത്ഥത്തിലും അതിന്റെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളാത്തവരുമായ ആളുകൾ പ്രവാചകന്റെ മാതൃക ലോകത്തിൽ തത്തുല്യതയില്ലാത്തതാണ് അന്നും ഇന്നും എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ലാമാർട്ടിൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ്. തത്വജ്ഞാനി, പ്രസംഗകൻ, ദൈവദൂതൻ, നിയമനിർമ്മാതാവ്, പോരാളി, ആശയങ്ങളുടെ ജേതാവ്, യുക്തിബദ്ധമായ ആധികാരികമായ സന്ദേശങ്ങളെ സ്ഥാപിച്ചവൻ, കുടുംബ സംരക്ഷകൻ, രാഷ്ട്രനായകൻ തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾ അദ്ദേഹം പ്രവാചകന്റെ ജീവിത മാതൃകക്ക് നൽകി. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇവയെല്ലാം മുൻനിർത്തിയിട്ട് ഈ മാതൃകകളെല്ലാം പരിശോധിക്കുമ്പോൾ ന്യായമായും ചോദിക്കാൻ കഴിയുന്നൊരു ചോദ്യം, മുഹമ്മദിനേക്കാൾ മറ്റു വല്ല മനുഷ്യരും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന കാര്യമാണ്. ചരിത്രത്തിൽ നാം പലപ്പോഴായി കേൾക്കുന്ന അധ്യാപനങ്ങളിൽ മൈക്കൽ എച്ച് ഹാർട്ടിന്റെ അധ്യാപനം നമ്മളൊക്കെയും വിലയിരുത്തിയതും വിശകലനം നടത്തിയതുമാണ്. ക്രൈസ്തവ ആശയത്തെ സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹം പോലും ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള, മഹാന്മാരെ കുറിച്ചുള്ള, പ്രവാചകരുൾപ്പെടെയുള്ള ആളുകളെ കുറിച്ചുള്ള പഠനം നിർവഹിക്കവേ ഒന്നാം സ്ഥാനത്ത് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഗണിച്ചത് അദ്ദേഹത്തിന്റെ മാതൃകാപരമായ ജീവിതം കൊണ്ടാണ്. ആ പ്രവാചകന്റെ മാതൃകാപരമായ ജീവിതം ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അവൻ പിന്തുടരുന്നുവെങ്കിൽ ആ മാതൃക ലോകത്തിലെ സർവ്വലാരും സ്വീകരിക്കാവുന്നതും അയ്യേ എന്ന് വിളിച്ചപഹസിക്കാവുന്നതുമാണ് എന്ന് നിഷ്പക്ഷമായി ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെടാൻ കഴിയും. അതിനാൽ പ്രവാചകൻ ജനിക്കുകയും വളരുകയും ചെയ്യുന്ന പശ്ചാത്തലം സർവ്വലാരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ആട്ടിടയനായി, കച്ചവടക്കാരനായി,
40-ാമത്തെ വയസ്സിൽ ദിവ്യബോധനത്തിലൂടെ പ്രവാചകനായി മാറുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അറബികളിൽപ്പെട്ട ആളുകൾക്ക് പ്രവാചകനായി അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് വരെ എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. എന്നു മാത്രമല്ല, സുസമ്മതനായ നേതാവായി പ്രവാചകനെ പരിഗണിച്ചിരുന്നു. തങ്ങളുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരകനായി, തങ്ങളുടെ കച്ചവടത്തിന്റെ വിധി തീർപ്പുകാരനായി, കുടുംബപരമായ പ്രശ്നങ്ങൾക്കുള്ള മധ്യസ്ഥ റോളിലേക്ക് കടന്നു വരുന്നവനായി, സമൂഹങ്ങൾക്കിടയിലുള്ള വഴക്കുകൾക്ക് പരിഹാരം നിർവഹിക്കുന്നവനായി, വ്യക്തികൾക്കിടയിലുള്ള ബന്ധവിച്ഛേദനങ്ങളെ വിളക്കിയെടുക്കാൻ കഴിയാവുന്ന ഏറ്റവും നല്ല കണ്ണിയായി, പരസ്പരമുള്ള സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മാതൃകാധന്യമായ സാന്നിധ്യമായി, സൗഹൃദത്തിന്റെ കൊള്ളക്കൊടുക്കലുകളിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമായി, സർവ്വലാലും അംഗീകരിക്കുന്ന വിമർശനത്തിന്റെ ലാഞ്ചന പോലും കൈവന്നിട്ടില്ലാത്ത ഏറ്റവും അതുല്യനായ ഒരു മനുഷ്യനായിരുന്നു പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകനായി വരുന്നതുവരെ 40 വയസ്സുവരെ. പിന്നീട് പ്രവാചകനായി വരുമ്പോഴും പ്രവാചകൻ എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് അവർക്ക് വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ കൊണ്ടുവന്ന ആശയത്തെയാണ് അവർ വിശ്വാസത്തിൽ എടുക്കാതിരുന്നത്. പ്രവാചകനെ അവർ വിശ്വസിക്കുന്നു, പ്രവാചകൻ കൊണ്ടുവന്നതിനെ അവർ വിശ്വസിക്കുന്നില്ല. മുഹമ്മദിനെ ഞങ്ങൾ അംഗീകരിക്കാം, മുഹമ്മദ് കൊണ്ടുവന്നതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന സന്ദേശമാണ്, അഭിപ്രായമാണ് മഹാഭൂരിപക്ഷം വരുന്ന അറബ്യൻ സമൂഹവും പ്രവാചകനെ മനസ്സിലാക്കിയിട്ടുള്ള സമകാല സമൂഹവും ആ കാലഘട്ടത്തിലെ ആളുകളും തദ്ദേശീയരും വിദേശീയരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഥവാ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പ്രവാചകനെ കുറിച്ചുള്ള വിമർശനം ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും ആ കാലഘട്ടത്തിലെ ആളുകൾ നിർവഹിച്ചിരുന്നില്ല. പ്രവാചകന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ച്, പ്രവാചകന്റെ ദയാവായ്പിനെ കുറിച്ച്, പ്രവാചകന്റെ സാമ്പത്തിക ജീവിതത്തെ കുറിച്ച്, പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ച്, പ്രവാചകന്റെ കുടുംബ ബന്ധത്തെ കുറിച്ച്, പ്രവാചകനിലെ രാഷ്ട്ര നിർമ്മാതാവിനെ കുറിച്ച്, പ്രവാചകനിലെ നേതാവിനെ കുറിച്ച്, പ്രവാചകനിലെ അധ്യാപനെ കുറിച്ച്, പ്രവാചകനിലെ പിതാവിനെ കുറിച്ച്, പ്രവാചകനിലെ സഹോദരനെ കുറിച്ച്, പ്രവാചകനിലെ കുടുംബനായകനെ കുറിച്ച്, പ്രവാചകനിലെ ഏതേത് വിഷയങ്ങളെ കുറിച്ചും അവർക്ക് വലിയ വിയോജിപ്പുകളില്ല. ആർക്ക് വിയോജിപ്പുകളില്ല? പ്രവാചകനെ അംഗീകരിക്കാത്ത സമൂഹത്തിന് വിയോജിപ്പുകളില്ല. സ്വാഭാവികമായ ചെറിയ ചെറിയ വിമർശനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചു നിർത്തിയാൽ അവർ പ്രവാചകനിൽ പ്രതീക്ഷയർപ്പിച്ചിരുന്നു. മക്ക കാലഘട്ടത്തിന്റെ അവസാനത്തിൽ പ്രവാചകന്റെ മുമ്പിൽ കടന്നു വന്നിട്ടുള്ള ലക്ഷോപലക്ഷം മനുഷ്യർ പ്രവാചകനെ ഉപദ്രവിച്ചവരാണ്. പ്രവാചകന്റെ ആശയ പ്രബോധനത്തിന് വിലങ്ങുതടിയായി നിന്നവരാണ്. പ്രവാചകനെ ഉൾക്കൊള്ളാൻ ഒരിക്കലും ശ്രമിക്കാത്തവരാണ്. യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്നവരാണ്. പക്ഷേ പ്രവാചകന്റെ മുമ്പിൽ അവർ വന്നപ്പോഴും പ്രവാചകനെ കുറിച്ച് അവർക്ക് പറയാനുണ്ടായിരുന്നത് ഇന്ന് രക്തപ്പുഴയുടെ സന്ദർഭമല്ല, കാരുണ്യത്തിന്റെ സന്ദർഭമാണ്. കാരണം കാരുണ്യത്തിന്റെ മനുഷ്യനായി, കാരുണ്യത്തിന്റെ മഹത്വമുള്ള വ്യക്തിയായി മാത്രമേ അങ്ങയെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതായിരുന്നു അവർ പ്രഖ്യാപിച്ചിരുന്നത്. കാലം കഴിഞ്ഞു. പ്രവാചകന്റെ മരണത്തിനു ശേഷം പിന്നീട് നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ആ നൂറ്റാണ്ടുകൾ ധാരാളമായി പ്രവാചകന്റെ വ്യക്തിത്വത്തെ വിശകലനം ചെയ്തു. ആ വിശകലനമായി വിവിധങ്ങളായ ഗ്രന്ഥങ്ങൾ ലോകത്ത് കടന്നു വന്നു. ആ ഗ്രന്ഥങ്ങളിലൊക്കെയും പ്രവാചകന്റെ ദീർഘമായ ജീവിതയാത്രയിലെ കനകഗാന്ധിയുള്ള മാതൃകാധന്യമായ ജീവിതത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ എഴുതി. അറബികളും അനറബികളുമായ ആളുകൾ അതിനെ വിലയിരുത്തി. ഇസ്ലാമിനെ എതിർക്കുകയും പ്രവാചകനെ വിമർശിക്കുകയും പ്രവാചക സന്ദേശങ്ങളെ അപനിർമ്മിക്കുകയും ഇസ്ലാമിക സമൂഹത്തെ നൃശംസിക്കുകയും പ്രവാചക ജീവിതത്തെ പിന്തുടരുന്നത് തടുക്കുകയും ചെയ്യേണ്ടത് തങ്ങളുടെ ഏതോ തരത്തിലുള്ളൊരു വാശിയായി, ശാഠ്യമായി തിരിച്ചറിഞ്ഞിട്ടുള്ള ഓറിയന്റലിസ്റ്റുകൾ പ്രവാചക വിമർശനത്തിന്റെ ചെറിയ ചെറിയ നാളവുമായി കടന്നു വരാൻ തുടങ്ങി. അവർ ജൂതന്മാരുമായി സഹകരിച്ചു. അല്ലെങ്കിൽ ജൂത സമൂഹത്തിൽ നിന്ന് രംഗത്ത് വന്നിട്ടുള്ള ആശയധാരയുടെ ഫലമായി ചരിത്രത്തിൽ ഓറിയന്റലിസത്തിന്റെ ഏറ്റവും ആദ്യത്തെ പകർപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. വിഷയത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കല്ല ഞാൻ പോകുന്നത്. ചരിത്രത്തിൽ ഇത്രമേൽ ധന്യമായിട്ടുള്ള ഒരു അധ്യാപനത്തെ, ഒരു മാതൃകാ ജീവിതത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല യുഗങ്ങളോളം. പിന്നീട് ഇസ്ലാം വിമർശനം മാത്രമാണ് ജീവിതത്തിന്റെ ചര്യയായി സ്വീകരിക്കേണ്ടതെന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവ് ഇസ്ലാം വിമർശനത്തിന്റെ ഓരോരോ മുക്കുമൂലകളും അരികുകളും ചുഴിഞ്ഞെടുത്ത് വിമർശിക്കാൻ വേണ്ടി രംഗത്ത് വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പ്രവാചക വിമർശനങ്ങൾ പുറത്തേക്ക് വരുന്നത്. അത്
പ്രവാചകൻ ജനങ്ങളോട് പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനവുമായി ബന്ധപ്പെടുത്തി കടന്നു വന്നു. പ്രവാചകന്റെ വിവാഹവുമായി കടന്നു വന്നു. പ്രവാചകൻ കൊണ്ടുവന്ന സാമ്പത്തിക നിയമങ്ങളുമായി കടന്നു വന്നു. പ്രവാചകന്റെ കുടുംബജീവിതവുമായി കടന്നു വന്നു. പ്രവാചകനിലെ നേതാവിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ ചെയ്ത യുദ്ധത്തിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ ചെയ്ത കരുണാ പ്രവർത്തനങ്ങളുടെ പിന്നിലുണ്ടായിരുന്ന വികാരങ്ങളിലേക്ക് കടന്നു വന്നു. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നാൽക്കവലകളിൽ പ്രവാചകൻ എവിടെ കാണുന്നുണ്ടോ അവിടങ്ങളിലൊക്കെയും വിമർശനത്തിന്റെ അമിട്ട് പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്ലാം വിരോധികളായ ആളുകളിൽ നിന്ന് കടന്നു വന്നു. ആ കടന്നു വന്ന വിമർശനത്തെ കൊളുത്തിട്ട് പിടിക്കുകയും ചൂണ്ടയിട്ട് ജനങ്ങളുടെ മുമ്പാകെ അഭ്യസിക്കുകയും ചെയ്യുന്ന ടോക്കിൻസ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് യുക്തിവാദികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. എന്താണ് ആ തന്ത്രം? ഒരുപക്ഷെ 1 രൂപയ്ക്കോ 2 രൂപയ്ക്കോ 5 രൂപക്കോ വാങ്ങാൻ കിട്ടാവുന്ന, അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് കുടിച്ചെടുക്കാവുന്ന ചെറിയ ഒരു ഇര. ഒരു ചൂണ്ടയ്ക്ക് 5 രൂപ കൊടുത്ത് മണ്ണിൽ നിന്ന് പിടിക്കാൻ പറ്റാവുന്ന ചെറിയൊരു ഇരയെ അല്ലെങ്കിൽ ഒരു പഴുതാരയെ മെല്ലെ അതിൽ കോർത്തു വെക്കും. കോർത്തു വെച്ചിട്ട് നമ്മൾ ചൂണ്ടലിടുമ്പോൾ അതിൽ കൊത്തുന്നത് 5 രൂപയുടെ മത്സ്യമായിരിക്കില്ല, 5 രൂപക്ക് മുകളിലുള്ള മത്സ്യമായിരിക്കും. ഈ ഒരു തലതിരിഞ്ഞ വരട്ടുവാദമാണ് യുക്തിവാദത്തിന്റെ ദർശനമായി കടന്നു വരുന്ന അയുക്തിവാദികൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. മുമ്പേ പറഞ്ഞു പോയിട്ടുള്ള പ്രവാചക വിമർശനത്തിൽ നിന്ന് തങ്ങൾക്ക് താല്പര്യമുള്ളതിനെ കേട്ടെടുത്തായി സ്വീകരിക്കുകയും മുമ്പേ പറഞ്ഞു പോയ വിമർശനങ്ങളിലേക്ക് പൊടിപ്പും തുങ്കലും വെച്ച് അവതരിപ്പിക്കുകയും ചെയ്ത് പ്രവാചകന്റെ ധന്യമായ ജീവിത മാതൃകകളെ സമൂഹത്തിന് മുമ്പിൽ അപഹസിക്കുക എന്നതായിരുന്നു അവർ സ്വീകരിച്ചത്. ഇസ്ലാം ഇവിടെ ഒരു മാനദണ്ഡം പറഞ്ഞു. അത് ഇസ്ലാം വിമർശനത്തെ ഒരിക്കലും തന്നെ ഭയക്കുന്നില്ല. എന്നാൽ ഇസ്ലാം ആരെയും വിമർശിക്കുന്നില്ല എന്നല്ല. ഇസ്ലാമിന്റെ വിമർശനം വസ്തുതാപരമാണ്, ആശയപരമാണ്, വ്യക്തിപരമല്ല. പ്രവാചകനുമായി ബന്ധപ്പെടുത്തിയ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനമായി കടന്നു വരുന്നത് പ്രവാചകന്റെ വെളിപാട് പ്രവാചകൻ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന വിമർശനമാണ്. പ്രവാചകൻ കടന്നു വരുന്നു, ലോകത്തു നേതാവാകണമെന്ന് മനസ്സാഗ്രഹിക്കുന്നു. ജനങ്ങളൊക്കെയും സർവസമ്മതനായി പരിഗണിക്കുന്ന ഒരു മുഹമ്മദ് ഖുറൈശി തറവാട്ടിൽ ജനിച്ച വ്യക്തി. അതുകൊണ്ട് തന്നെ ഇനി ചില കാര്യങ്ങൾ എന്നെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിനോട് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആളുകൾ ഇത് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന മനസ്സിന്റെ മനക്കോട്ട ചെയ്തിട്ട് പ്രവാചകൻ പൂർവികരായിട്ടുള്ള ആളുകളുടെ വേദഗ്രന്ഥങ്ങളുടെ സന്ദേശത്തിൽ നിന്ന് ചിലതൊക്കെ എടുത്ത് മെല്ലെ മെല്ലെ പെറുക്കിക്കൂട്ടി അവതരിപ്പിച്ചിട്ടുള്ളതാണ് എന്നൊരു വിമർശനം യുക്തിവാദികളോ മറ്റു ചില ഓറിയന്റലിസ്റ്റുകളോ നടത്താറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വിമർശനം ഒരു കാരണവശാലും ലോകാവസാനം വരെ നിലനിൽക്കുന്ന പ്രവാചക അധ്യാപനങ്ങളിൽ എവിടെയെങ്കിലും ചെന്നുടക്കി നിൽക്കേണ്ടതുണ്ട്. പ്രവാചകൻ പൂർവ്വവേദങ്ങളിൽ നിന്ന് കേട്ടെഴുതിയതാണ് എങ്കിലോ, പ്രവാചകൻ പൂർവികരായിട്ടുള്ള ആളുകളിൽ നിന്ന് കോപ്പിയടിച്ചതാണ് എങ്കിലോ, ആ കാലഘട്ടത്തിന്റെ വിജ്ഞാനത്തിൽ നിൽക്കുന്നത് മാത്രമേ പ്രവാചകന് പറയാൻ കഴിയുമായിരുന്നുള്ളൂ. ഒരു കാരണവശാലും വാട്സപ്പിനെ കുറിച്ച് പ്രവാചകൻ പറയുന്നില്ല. എന്തുകൊണ്ട്? ആ കാലഘട്ടത്തിൽ വാട്സപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് പറയും. ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മറ്റൊന്നും പറയാതെ പ്രവാചകൻ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഈ വാദം ഒരുപക്ഷെ വാദത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അല്പമെങ്കിലും ശരിയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടോ അംഗീകരിച്ചു കൊടുക്കാമായിരുന്നു. എന്നാൽ യുക്തിവാദികൾ പൂർവികരിൽ നിന്ന് കെട്ടെഴുതിയതോ പൂർവ്വവേദ ഗ്രന്ഥങ്ങളിൽ നിന്ന് പകർത്തി എഴുതിയതോ തനിക്ക് തോന്നിയിട്ടുള്ള ചില അഭിപ്രായങ്ങൾ കടന്നു വന്ന് പറഞ്ഞതോ ആണ് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങൾ, ഖുർആനിക അധ്യാപനങ്ങൾ എന്ന് പറയുന്നുവെങ്കിൽ ആ ഖുർആനിൽ അന്നില്ലാത്തത്, അന്നു കണ്ടെത്താത്തത്, അന്നു പറയാത്തത് ഖുർആനിൽ ഉണ്ടാകാൻ പാടില്ല. സമുദ്രാന്തര ജലപ്രവാഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. സമുദ്രത്തെ കുറിച്ച് ഗവേഷണ പര്യവേഷണങ്ങൾ നടക്കാത്തൊരു കാലത്താണ് ആ കാര്യങ്ങൾ പറയുന്നത്. ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ച് പറയുന്നു. ആഴക്കടലിൽ പോയിട്ട് കടലിലൂടെ ദീർഘമായി സഞ്ചരിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ വിജ്ഞാനങ്ങൾ വളർന്നു വന്നിട്ടില്ലാത്തൊരു കാലത്താണ് പ്രവാചകൻ അത് പറയുന്നത്. പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നു. പർവ്വത വിജ്ഞാനം അത്രമേൽ വികസിച്ചിട്ടില്ലാത്തൊരു കാലത്താണ് അത് പറയുന്നത്. ആറ്റത്തെ കുറിച്ച് പറയുന്നു. ആറ്റത്തെയോ ഭൗതിക ശാസ്ത്രത്തെയോ തലനാരിന് കീഴ് വിശദീകരിക്കുകയോ വിശകലനം ചെയ്യുകയോ ചെയ്യാത്തൊരു കാലത്താണ് പ്രവാചകൻ അങ്ങനെ പറയുന്നത്. സൂര്യചന്ദ്രന്മാരുടെ ചലനത്തെ കുറിച്ച് പറയുന്നു. അസ്ട്രോണമിയെ കുറിച്ച് ഗവേഷണ പര്യവേഷണങ്ങൾ നടന്നിട്ടില്ലാത്തൊരു കാലത്താണ് അങ്ങനെ പറയുന്നത്. ഖഗോളങ്ങളെ കുറിച്ച്, നക്ഷത്രങ്ങളെ കുറിച്ച്, നെബുലകളെ കുറിച്ച്, ഉൽക്കകളെ കുറിച്ച്, ധൂമകേതുക്കളെ കുറിച്ച്, ചന്ദ്രന്മാരെ കുറിച്ച്, ഓർബിറ്റലുകളെ കുറിച്ച്, സഞ്ചാര പ്രവാഹങ്ങളെ കുറിച്ച് പ്രവാചകൻ ഓരോന്നോരോന്നായി താത്വികാടിസ്ഥാനത്തിലും
മൗലികമായും സമർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ഏത് വേദഗ്രന്ഥത്തിൽ നിന്ന്, ഏത് വ്യക്തിയിൽ നിന്ന്, ഏത് ആളിൽ നിന്ന്, ഏത് കാലഘട്ടത്തിൽ നിന്ന് പ്രവാചകൻ ഇത് പകർത്തി എഴുതിയെന്ന് വസ്തുതാപരമായി സമർത്ഥിക്കേണ്ടതുണ്ട്. പക്ഷേ വസ്തുതാപരമായി സമർത്ഥിക്കുന്നതിന് യുക്തി എന്നാണ് പറയുക, വസ്തുതാപരമായി സമർത്ഥിക്കുന്നതിന് ബുദ്ധി എന്നാണ് പറയുക. ബുദ്ധിയും യുക്തിയും ഇല്ലാതെ പറയുമ്പോൾ വസ്തുതാപരമായി സമർത്ഥിക്കാൻ കഴിയില്ല. അത്തരം ആളുകളെ യുക്തിവാദികൾ എന്ന് നാട്ടുകാർ വിളിപ്പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ഇത്രമേൽ ഗവേഷണം നടന്നൊരു കാലഘട്ടമല്ല പ്രവാചകന്റെ കാലം എന്ന് പറയുന്നത്. പുരുഷൻ ജനിക്കുന്നത്, സ്ത്രീ ജനിക്കുന്നത് എങ്ങനെയാണെന്നും, ഒരു ഗർഭാശയത്തിന്റെ 9 മാസക്കാലം, ഗർഭാശയത്തിന്റെ 3 ഇരുട്ടറകൾക്കുള്ളിൽ ഒരു മനുഷ്യന്റെ ജീവിതക്രമം എങ്ങനെയാണ് എന്നതും പ്രവാചകനല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തികൾക്ക് പറയാൻ കഴിയില്ല. വൈദ്യശാസ്ത്ര രംഗത്ത് വിസ്മയാവഹമായിട്ടുള്ള വൈജ്ഞാനിക വിസ്ഫോടനം ആ കാലഘട്ടത്തിൽ നിർവഹിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പ്രവാചക അധ്യാപനമായി കടന്നു വരുന്ന വിശുദ്ധ ഖുർആനിന്റെ താളുകളിൽ മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ ഇന്ദ്രിയ ബിന്ദു മുതൽ ഒരു മനുഷ്യന്റെ ജന്മം വരെയുള്ള ദീർഘമായ കാലയളവുകളെ കുറിച്ച് പറയുന്നു. വിവിധങ്ങളായ സിസ്റ്റത്തെക്കുറിച്ച്, മനുഷ്യന്റെ ശരീരത്തിനകത്തുള്ള നാഡീവ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, പഞ്ചേന്ദ്രിയ വ്യവസ്ഥ, ദഹന വ്യവസ്ഥ തുടങ്ങിയ വൈവിധ്യമായ മനുഷ്യ ശരീരത്തിന്റെ അത്യത്ഭുതകരമായ ഘടനാവിന്യാസത്തെക്കുറിച്ച് ഖുർആൻ അധ്യാപനം നൽകുന്നുണ്ട്. പ്രവാചകാധ്യാപനങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരിക്കെ എവിടുന്ന് കെട്ടെഴുതി, ഏത് ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചെഴുതി, ഏത് അധ്യാപനത്തിൽ നിന്ന് കോപ്പിയടിച്ചു, ആരിൽ നിന്നാണ് പകർത്തിയത് എന്ന് പറയാതെ കേവലമായി പകർത്തെഴുതിയതാണെന്ന് പറയുന്നതിന് തീർച്ചയായും നാം മുഖവിലക്കെടുക്കേണ്ടതില്ല. മുഖവിലക്കെടുക്കുന്നു എന്ന് മാത്രമല്ല, ഈ വിമർശനത്തെ വസ്തുതാപരമായി സമർത്ഥിക്കാൻ ഇക്കാലം എത്രയുമുള്ള യുക്തിവാദികൾക്കോ ഓറിയന്റലിസ്റ്റുകൾക്കോ ഭൗതിക നാസ്ത്രീയ ദർശനത്തിന്റെ ആചാര്യന്മാർക്കോ സാധ്യമായിട്ടില്ല എന്നത് വസ്തുതാപരമായി തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. തീർന്നില്ല. പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശങ്ങൾ കോപ്പിയടിച്ചതാണെന്ന് പറയുകയോ ഉന്മാദ രോഗത്താൽ എഴുതിയതാണെന്ന് പറയുകയോ ചെയ്തിട്ട് ആളുകൾ ഇത് സ്വീകരിക്കാതെ വന്നപ്പോഴാണ് പിന്നീട് പ്രവാചകന്റെ വ്യക്തിത്വത്തിലേക്ക് കടന്നത്. അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. നാം ഒരു വ്യക്തിയെ വിമർശിച്ചു നോക്കി, അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞു നോക്കി, പക്ഷേ തെറ്റായ ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല. എന്തുമാത്രമല്ല, പറയുന്ന കാര്യങ്ങളൊക്കെയും ജനങ്ങൾ കൂടുതൽ സ്വീകരിക്കുകയും കൂടുതൽ ഉൾക്കൊള്ളുകയും അത് ശരി തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ആവശ്യമായിട്ടുള്ള ചരിത്രപരമായ വർത്തമാനകാലപരമായ സംഭവങ്ങൾ മുന്നിൽ വരികയും ചെയ്യുമ്പോൾ ഇനി ഏക മാർഗം വ്യക്തിത്വത്തെ പിടിക്കുക എന്നത് മാത്രമാണ്. ഓറിയന്റലിസ്റ്റുകൾ അന്വേഷിച്ചു, സയനിസ്റ്റുകളായ ആളുകൾ കൂടിക്കൊടുത്തു, വിവിധങ്ങളായ നാസ്തിക ദർശനത്തിലെ ആളുകൾ അതിന്റെ പിന്നാലെ പോവുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ എവിടെ പോയി, എങ്ങോട്ട് തിരിഞ്ഞു, ആരെ നോക്കി, എവിടെ തോണ്ടി, എവിടെ പിടിച്ചു, എവിടെ സ്പർശിച്ചു, ഇങ്ങനെ ഓരോ അരികുകളും മെല്ലെ പരിശോധിച്ചു നോക്കി. പിൻകാലഘട്ടത്തിൽ വന്നിട്ടുള്ള ചില അധ്യാപനങ്ങൾ വസ്തുതാപരമല്ലാത്ത സ്ഖലിത നിബിഡമായ അബദ്ധനിബിഡമായിട്ടുള്ള ചില അറബി വാക്കുകളെയോ അധ്യാപനങ്ങളെയോ ഗ്രന്ഥത്തിനകത്തുള്ള സന്ദേശങ്ങളെയോ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രവാചകന്റെ വ്യക്തിത്വത്തിൽ വിമർശനം ഉന്നയിക്കാൻ ശ്രമിച്ചു. ആ വിമർശനങ്ങളിൽ പെട്ടതാണ് പ്രവാചകന്റെ വിവാഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം. പ്രവാചകൻ തന്റെ അനുയായികൾക്ക് 4 വിവാഹം കഴിക്കാൻ അനുവാദം കൊടുക്കുകയും 10-ത്തിലധികം വിവാഹങ്ങൾ സ്വയം കഴിക്കുകയും ചെയ്തു എന്ന് വിമർശനം ഉന്നയിച്ചു. പ്രവാചകന്റെ വിവാഹങ്ങൾ ഒരിക്കലും തന്നെ ആ കാലഘട്ടത്തിൽ വിമർശന വിധേയമായിട്ടില്ല. ഇത് വല്ലാത്തൊരു രസം പിടിച്ച സംഗതിയാണ്. എന്താണെന്നല്ലേ, പെണ്ണിന് വിവാഹം കഴിച്ച സ്ത്രീകൾക്ക് എതിരഭിപ്രായമില്ല, ഒരു തരത്തിലുള്ള എതിരുമില്ല. വിവാഹം ചെയ്തു കൊടുത്ത ഭർത്താക്കന്മാർ, വിവാഹം ചെയ്തു കൊടുത്ത പിതാക്കൾക്കോ അല്ലെങ്കിൽ വലിയനോ ഒരു തരത്തിലുള്ള വിയോജിപ്പില്ല, ഒരു തരത്തിലുള്ള വിമർശനവുമില്ല. പ്രവാചകൻ ജീവിച്ചിട്ടുള്ള മക്കയിലെയും മദീനയിലെയും മനുഷ്യർക്ക് പ്രവാചകന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒരെതിരഭിപ്രായവുമില്ല, ഒരു വിമർശനവുമില്ല, മാതൃകാപരമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. പ്രവാചകനെ വിമർശിക്കുകയും പ്രവാചകനിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ വരെ പ്രവാചകന്റെ കുടുംബ ജീവിതത്തെ അംഗീകരിക്കുന്നു. നാട്ടുകാർക്ക് പരാതിയില്ല, വീട്ടുകാർക്ക് പരാതിയില്ല, വിവാഹം കഴിച്ച വ്യക്തികൾക്ക് പരാതിയില്ല, പിൻകാലഘട്ടത്തിലെ ആളുകൾക്ക് പരാതിയില്ല. പിന്നീട് കുറെ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് കടന്നു വന്നിട്ടുള്ള ചില ആളുകൾക്ക്
അന്ന് പ്രവാചകൻ വിവാഹം കഴിച്ചത് ശരിയായില്ല എന്ന് പരാതിപ്പെടുന്നുവെങ്കിൽ, എന്ന് വിമർശനം പറയുന്നുവെങ്കിൽ, ആ വിമർശനത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന യുക്തി എത്രയാണ് എന്ന് സാമാന്യമായ ബുദ്ധി കൊണ്ട് അളന്നെടുക്കാവുന്നത് മാത്രമേയുള്ളൂ. അത്രമാത്രമേ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിഷയാവതരണം എന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അങ്ങനെ പ്രവാചകന്റെ വിവാഹത്തെക്കുറിച്ച് വിമർശനം വരുന്നു. പ്രവാചകൻ കാരുണ്യത്തോടു കൂടി പെരുമാറുന്നവനല്ല എന്ന വിമർശനം പറയുന്നു. ആരാണ് പറയുന്നത്? കാരുണ്യരഹിതമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ മാതൃക കാണിച്ചു വന്നിട്ടുള്ള ആളുകൾ, ലക്ഷോപലക്ഷം മനുഷ്യരെ ഗ്യാസ് ചേമ്പറിലിട്ട് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ആളുകൾ പറയുന്നു പ്രവാചകൻ ആ വ്യക്തിയുടെ ചെവിയിൽ നുള്ളിയത് ശരിയായില്ല എന്ന്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നുകുഴിച്ചു മൂടിയിട്ടുള്ള ഒരാൾ എഴുന്നേറ്റെന്ന് പറയുന്നു പ്രവാചകൻ ആ വ്യക്തിയുടെ ചെവിക്ക് നുള്ളിയത് ശരിയായില്ല എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഇതിന്റെ താല്പര്യം? ഇவ்விധമുള്ള വിമർശനങ്ങൾക്കപ്പുറത്ത് പ്രവാചകന്റെ കാരുണ്യരഹിതമായ ജീവിതം എന്ന വിമർശനത്തെ നമുക്ക് കാണാൻ കഴിയില്ല. അത്രമേൽ ശത്രുക്കളായ ആളുകൾ വരെ പ്രവാചകന്റെ ജീവിതം കരുണാമയമായിരുന്നു, ദയാവായ്പുള്ളതായിരുന്നു, സഹനനിഷ്ഠമായിരുന്നു, സഹഭാവനയുള്ളതായിരുന്നു, സഹവർത്തിത്വ മനോഭാവമായിരുന്നു എന്ന് പരിചയപ്പെടുകയും എഴുതുകയും അംഗീകരിക്കുകയും ചരിത്രത്തിൽ വിശകലന വിധേയമാക്കുകയും ചെയ്തിട്ട് പോലും ചില ആളുകൾ കൊണ്ടുപിടിച്ച് വിമർശിച്ച വിമർശനം മാത്രമാണ് പ്രവാചകൻ പലയിടങ്ങളിലും കരുണ പറ്റിയിട്ടുള്ള ശത്രുതാ മനോഭാവം സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. വ്യക്തിപരമായി പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് അവിശ്വാസികൾ വരെ അംഗീകരിക്കുകയും എന്നിട്ട് സർവ്വലാരും അംഗീകരിക്കുന്ന വ്യക്തിത്വവുമായി മരണപ്പെടുകയും ചെയ്തിട്ട് പ്രവാചകനെ കുറിച്ച് വിമർശനം പറയാൻ ഒന്നുമില്ലാതിരുന്നൊരു കാലഘട്ടം കുറെ കഴിഞ്ഞുപോയി. പിന്നീട് ആശയപരമായ സ്വീകാര്യത ലോകത്ത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ആശയത്തെ വിമർശിച്ചിട്ടും ലക്ഷ്യമിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ആശയം പിന്നീട് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വ്യക്തിതലങ്ങളിലേക്ക് കടന്നു വരികയും ആ വ്യക്തിതലങ്ങളിലേക്ക് കടന്നു വന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതുവഴി ഇസ്ലാമിന്റെ സന്ദേശത്തെ, സിട്ടാവിന്റെ സന്ദേശത്തെ ഊതിക്കെടുത്താമെന്ന് ആലോചിക്കുകയും ചെയ്യുക എന്നതു മാത്രമാണ് ഓറിയന്റലിസ്റ്റ് യുക്തിവാദ വിമർശനങ്ങളിൽ നാം കാണുന്നത്. നമുക്കിത് ചർച്ച ചെയ്യാം, വിശകലനം ചെയ്യാം, അപഗ്രഥന വിധേയമാക്കാം. നമ്മുടെ മുമ്പിൽ ചരിത്രമുണ്ട്, നമ്മുടെ മുമ്പിൽ ശാസ്ത്രമുണ്ട്, നമ്മുടെ മുമ്പിൽ സാമൂഹ്യ ശാസ്ത്രമുണ്ട്, നമ്മുടെ മുമ്പിൽ പ്രമാണങ്ങളുണ്ട്, നമ്മുടെ മുമ്പിൽ ഈ വിഷയ സംബന്ധമായി ലഭ്യമാകുന്ന ആധികാരികമായിട്ടുള്ള ദൈവിക ഗ്രന്ഥമായ ഖുർആൻ, അതിന്റെ വിശകലനമായിട്ടുള്ള പ്രവാചക അധ്യാപനവുമുണ്ട്. ഇവയെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് വസ്തുതയെ വസ്തുതാപരമായി നമുക്ക് വിശകലനം നടത്തി നോക്കാം. ആ വിശകലനത്തിലൂടെ ഏതു ശരി ഏതു തെറ്റി എന്ന് തീരുമാനിക്കാനും ഏത് വസ്തുതയിലേക്കാണ് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകേണ്ടത് എന്ന് പരിശോധനാ വിധേയമാക്കുകയും അങ്ങനെ സത്യമായ കാര്യങ്ങളെ സ്വീകരിക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന വിശേഷണത്തിന് നാം അർഹത നേടുന്നത്. അവർക്ക് കണ്ണുണ്ട്, ആ കണ്ണുകൊണ്ടവർ കാണണം. അവർക്ക് കാതുണ്ട്, ആ കാതുകൊണ്ടവർ കേൾക്കണം. അവർക്ക് ഹൃദയമുണ്ട്, ആ ഹൃദയം കൊണ്ടവർ ആലോചിക്കണം, ചിന്തിക്കണം. മസ്തിഷ്കം കൊണ്ട് മനനം നടത്താൻ അവർ തയ്യാറാകണം. അങ്ങനെ വരുമ്പോഴാണ് തന്റെ പഞ്ചേന്ദ്രിയ ധർമ്മം നിർവഹിക്കുന്നത്, മനുഷ്യൻ എന്ന ധർമ്മം നിർവഹിക്കുന്നത്. ആ മനുഷ്യധർമ്മം നിർവഹിക്കാൻ നമ്മുടെ ജീവിതത്തെ നാം പാകപ്പെടുത്തിയെടുക്കുക. വിഷയാവതരണം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.